എന്റെ പല്ല് പോയി. അയ്യോ ഞാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഇനിയിപ്പൊ പാ സാ ഒക്കെ എങ്ങനെ പാടും? അതൊക്കെ വരും. വരുവോ? എങ്ങനെയൊക്കെയോ പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ Thank you. ചില കാറുകളൊക്കെ പുതുതായിട്ട് ഇറങ്ങുമ്പോ അതിന്റെ ഗ്രില്ലൊക്കെ ഇല്ലേ ഫ്രണ്ട്? അതെ, അത് ഊരി വെച്ച ഇപ്പൊ പല കാറുകളുടെയും ഗ്രില്ല് ഇങ്ങനെ ഇരിക്കണേ. അതെ. ഈ ജോക്കുട്ടനെ ഇനി എങ്ങനെ നോക്കും? കുഴപ്പമില്ല അല്ലേ പക്ഷെ അവൻ വന്ന് പറഞ്ഞെന്തോ, ഇജോക്കുട്ടൻ ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാ. കൊള്ളത്തില്ലെന്ന് പറഞ്ഞവൻ. അതെ, കൊള്ളില്ലാന്ന് പറഞ്ഞു. ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ ലച്ചുക്കുട്ടി തന്നാണ് അതുകൊണ്ട് പിന്നെ തന്നെ ആ ഹുഡി ഇടാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു തൊപ്പി പോലത്തെ സാധനം ഇല്ലേ ഇതിന്, അത് ഇടാൻ കൊറേ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല എന്റെ ഹെയർ സ്റ്റൈല് പോവും, അത് ഇടില്ല പറഞ്ഞു. അത് ഹെയർ സ്റ്റൈല് പോകുന്നതിനൊക്കെ ഉണ്ടല്ലേ. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. അതെ, നിങ്ങളൊക്കെ എന്തോ ഉണ്ട്. ഞാനും ഇവിടെ ഇരുന്ന് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരുന്ന് വിറക്കിയായിരുന്നു സത്യം. ഞാൻ ഇജോക്കുട്ടൻ പറയുന്ന പോലൊന്നും അല്ല പറയുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ലവ് യു. ആ, അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് വിറക്കിയായിരുന്നു. കാരണം ഈ അക്ഷരങ്ങള് കൊഞ്ചി കൊഞ്ചി ഭ ഷു ഫു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ലച്ചുകുട്ടിക്ക് എന്ത് പറ്റുമെന്ന്. പക്ഷെ ഒന്നും പറ്റിയില്ല. നല്ല അടിപൊളിയായിട്ട് പോലെ പാടി. എനിക്കൊരു മോതിരം തരുമോ? മോക്ക് തരാം കേട്ടോ. നീ അടുത്ത പ്രാവശ്യം പാടാൻ വരുമ്പം ഞാനൊരു ഉഗ്ര മോതിരം തരും. ആ, കാരണം എന്താണ് ഈ ഇവിടുന്നാ പറയുന്നത് ഐ ലവ് യു. പിന്നെ ആ 100 എനിക്കറിയാം. 1000. അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഈ ലാസ്റ്റിൽ ഇവിടെ ഞാനൊരു പാഴ്മരു ഭൂ അതല്ലേ അവിടുന്ന് കാറ്റൊക്കെ പോയി പറഞ്ഞു കിടന്നതിന് ശേഷം മോളെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഞാനൊരു പാഴ്മരു ഭൂ എന്ന് പറഞ്ഞ് കാറ്റൊക്കെ പോയിട്ട് പെന്നെ അങ്ങോട്ട് എടുത്തപ്പോ കൊച്ചി കൊച്ചി കൊഞ്ചി പറയും. അതെന്തായിരുന്നു അങ്ങനെ? കൊറേ കൊഞ്ചി കൊഞ്ചിയായി പോയി. അത് അവിടുന്ന് വേറെന്തെങ്കിലും പോയോന്നോ? കിളിയോ? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അതിമനോഹരമായിട്ട് ആലപിച്ചു. ലച്ചുക്കുട്ടി, എന്തോ മുത്തുക്കുട്ടി, എന്തോ നന്നായിരുന്നു കേട്ടാ. ആ പാഴ്മരു ഭൂമി എന്ന് പറഞ്ഞപ്പോ ആ കാറ്റ് ഇവിടേക്ക് വന്നു. ആ കാറ്റ് ഇവിടെ ഞങ്ങൾ ചൂടെടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാഴ്മരു ഭൂ എന്ന് പാടിയപ്പോഴത്തേക്ക് ആ കാറ്റ് ഇവിടേക്ക് അടിച്ചു. അതെ, ഞങ്ങളൊക്കെ തണുത്തു. എന്തായാലും അസലായിരുന്നു കേട്ടോ. വളരെ നന്നായിട്ട് പാടി. എന്തേലും പറയണോ ഇജോക്കൂട്ടനോട്? ഇജോക്കുട്ടന്റെ അമ്മയുടെ കാര്യം ഞാന് സ്റ്റേജിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അമ്മ വഴി പിടിക്കുക. വേറൊരു കാര്യം അറിഞ്ഞോ? ഇജോക്കുട്ടന്റെ പോസ്റ്ററൊക്കെ റോഡ് മുഴുവനും വയ്ക്കാൻ പോവാ, കട്ടൗട്ടറൊക്കെ. അപ്പോ ആരെ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ ഒരാളുടെ പേര് പറഞ്ഞു. ആരുടെ പേരല്ലേ പറഞ്ഞു? അല്ല എന്റെ ആയിരിക്കും. എന്താന്നറിയോ? കള്ളം പറയണ്ട. ഓയ മേക്കപ്പ് റൂമെന്നു എന്നെ മതി, താരേനെ ഞാൻ വിട്ടുപോയിക്കോളാം. താരേനൊന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഇവിടെ താരേനെയും കൂടി വെക്കണം എന്നാണല്ലോ പറഞ്ഞത്. കള്ളം പറയരുത്. എപ്പിസോഡ് വരുമ്പോ കാണുന്നേ കേട്ടോ. ഞാൻ കണ്ടോളാം, പക്ഷെ കള്ളം പറയരുത്. ഇത് സത്യ. ഞാനൊരു സത്യം പറയാം മോളെ. ലച്ചുക്കുട്ടിനെ ഇഷ്ടമെന്നാ പറഞ്ഞ കേട്ടോ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഐ ലവ് യു എന്ന്. അതുകൊണ്ട് ഞാൻ ദീർഘനിശ്വാസം അവിടെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ